നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടോ? നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അത് മാറ്റിയെടുക്കാം. അങ്ങനെയുള്ളൊരു മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ ചേരുന്ന ചേരുവകൾ: 1 പൂവൻ കുരുന്ന്, 2 കൃഷ്ണ തുളസി, 3 വെള്ള തുളസി, 4 കാട്ടു തുളസി, 5 തുമ്പ, 6 ഉഴിഞ്ഞ, 7 കൊടുങ്ങല, 8 കറിവേപ്പില, 9 പനിക്കൂർക്ക. ഇത്രയും പച്ചിലക്കൂട്ടുകളാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. ഇനി അതിന് പുറമെ ആയുർവേദ മരുന്നുകൾ ഉൾപ്പെടുന്ന കരിഞ്ജീരകം നമുക്ക് 1 ടീസ്പൂണ് എടുക്കാം. അത് പോയിട്ട് വേമ്പാടം പെട്ട, അത് അങ്ങാടിക്കടയിൽ നമുക്ക് സുലഭമായി ലഭിക്കുന്നു, അതൊരു 10 ഗ്രാം. നീലാമരി പൊടി അത് 1 ടീസ്പൂണ്, നെല്ലിക്കപ്പൊടി 1 ടീസ്പൂണ്, മൈലാഞ്ചിപ്പൊടി 1 ടീസ്പൂണ്. അടുത്തതായിട്ട് നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് ചേർക്കേണ്ടുന്ന ഒരു മരുന്നാണ്, നമ്മൾ നിസ്സാരമായിട്ട് വലിച്ചെറിയുന്ന ഒരു കാര്യമാണത്. അത് വേറൊന്നുമല്ല, നമ്മൾ കേടായി വരുന്ന അഴുകിയ തേങ്ങ, നാളികേരം, അത് നമ്മൾ വലിച്ചെറിയാറുണ്ട്. എന്നാൽ ഇനി തൊട്ടത് വലിച്ചെറിയരുത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഔഷധം വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ മൈഗ്രെയിന് നമുക്ക് വളരെ ഫലപ്രദമായിരിക്കുന്ന ഒരു ഔഷധം കൂടിയാണത്. അത് നമ്മൾ പൊട്ടി ആ കേടായ നാളികേരത്തിനകത്തുള്ള ആ നീരും ആ എണ്ണ പോലെ ഇരിക്കും, അതെല്ലാം കൂടെ ഈ ഈ മരുന്നിൻ്റെ കൂടെ നമുക്ക് ചേർത്തെടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതായിരിക്കുന്ന ഈ പച്ചിലക്കൂട്ടുകളെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ വെച്ച് ഒരടി അടിച്ച് എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞതായിരിക്കുന്ന ആയുർവേദ കൂട്ടുകളും കൂടെ നമുക്കതിനകത്ത് ചേർത്തിട്ട് നല്ലൊരു ചട്ടി അടുപ്പിനകത്ത് വയ്ക്കുക. ആ ചട്ടിയിൽ ഈ മിക്സിയിൽ അടിച്ചെടുത്തതായിരിക്കുന്ന ഈ പച്ചില കൂട്ടെല്ലാം അതിനകത്ത് ഒഴിച്ച് ഈ ആയുർവേദ കൂട്ടും അതിൽ കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നന്നായി ഇളക്കണം. അടിയിൽ മരുന്ന് ഒരു കാരണവശാലും പിടിച്ച് കരിയരുത്. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ 1 കിലോ എണ്ണയുടെ കണക്കാണ് നമ്മളിവിടെ പറഞ്ഞത്. 1 കിലോ നല്ല ചക്കിലാട്ടി എണ്ണയാണെങ്കിൽ അത്രയ്ക്കും വളരെ നല്ലതാണ്. യാതൊരു കലർപ്പും ഇല്ലാത്ത എണ്ണ വേണം ആയിരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണയും ഈ മരുന്നുമായിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും ഇത് അടിയിൽ പിടിക്കാനായിട്ട് ഇടവരരുത്. അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു പരുവമുണ്ട്. ആ പരുവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ എണ്ണ നമ്മുടെ അസുഖത്തിന് പരിഹാരമല്ല. അപ്പോൾ ഇനി ഈ പരുവം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടോണം. നമ്മൾ ഈ പഴയ കാലങ്ങളിൽ പല്ല് തേക്കാനൊക്കെ ഉമ്മിക്കരി ഉണ്ടാക്കാറുണ്ട്. ആ ഉമ്മിക്കരി നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് നമ്മൾ തിരുമുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. അതുപോലെ തന്നെ ഈ എണ്ണയുടെ പതയെല്ലാം വറ്റിയതിന് ശേഷമായിട്ട് അവസാനം ഈ എണ്ണയ്ക്ക് അകത്ത് ചട്ടിയിൽ അടിയിലുള്ളതായിരിക്കുന്ന ആ കക്കം അല്ലെങ്കിൽ അതിൻ്റെ തരിക്കൊത്ത് കയ്യിലെടുത്തിട്ട് വിരലുകൊണ്ട് ഒന്ന് തിരുമി നോക്കണം. അതിൽ ഈ ഉമ്മിക്കരി പൊടിക്കുമ്പോഴുള്ള പരുവം അല്ലെങ്കിൽ ആ ശബ്ദം അത് കേൾക്കുന്നെങ്കിൽ അതാണ് ഈ എണ്ണയുടെ പരുവം. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ആ പരുവം കിട്ടിയില്ലെങ്കിൽ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലമുടി പൊഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ തലവേദന ഉണ്ടാകാനോ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കുന്നവരെയോ ഈ ചാനലിനെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യുക.